ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് ഒറിജിനൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീനയും പൗലോസ് തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാവാട്ടോ. പൗലോസ് ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. സ്റ്റാൻലി അടുക്കളയിലേക്ക് വരുമ്പോൾ അലീന എല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. പൗലോസട്ട വെട്ടിയ മീൻ ആ ചരുവത്തിലേക്കൊട്ടെ ഒന്ന് കാണട്ടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഒന്ന് നാണിച്ച് മടിച്ച് പൗലോസ് ആ കവർ, വേലക്കാലത്തിലെ കവർ ബാഗിൽ വെച്ചിരുന്ന ആ കവർ എടുത്ത് ആ ഒരു ബേസലിൽ വെക്കുവാട്ടോ. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔതക്കുട്ടിയൊക്കെ ഞെട്ടിപ്പോവാണ്. സ്റ്റാൻലിക്കും അത് മനസ്സിലായി തെറ്റാണെന്ന്, പക്ഷെ സമ്മതിച്ചു കൊടുക്കണമൊന്നുമില്ല. അത് കാണുന്ന സ്റ്റാൻലി ഒന്നും മിണ്ടാതെ അവിടുന്ന് അലീനെ വിളിച്ചിട്ട് മുകളിലേക്ക് പോവാണ്. അലീനെ അടുത്ത് പറയേണ്ടത്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നത്? അലീന, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ലെന്ന്. നിനക്കറിയാവോ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്താണെന്ന്? ഞാൻ ഉടനെ തന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടൗൺ ഹാളിലോ അല്ലെങ്കിൽ മുന്തിയ ഏതെങ്കിലും ഹോട്ടലിലോ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യും ഇതെന്റെ മകളാണെന്ന്. എന്റെ 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 സ്വന്തം മകളാണെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ആ സമയത്ത് നീ ഇതുപോലെ ഒന്ന് കാണിക്കല്ലേ അലീന. ഞാൻ നിനക്കിനി വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? എനിക്ക് പപ്പ ഒന്നും ചെയ്തു തരണ്ട, ഒരേ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പപ്പ ഈ വേസ്റ്റ് ചെയ്തത് കളയുന്ന ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡ് കിട്ടാതെ ഒരുപാട് പേര് പല പല ഓർഫണേജുകളിലുണ്ട്. എനിക്ക് അറിയാവുന്ന കൊണ്ടാണ് പപ്പ ഞാൻ പറയണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഓർഫണേജിന്റെ പേരൊക്കെ പറയുമ്പോൾ പപ്പക്ക് ദേഷ്യം വരുന്നുണ്ടാവും. പപ്പക്ക് അതൊന്നും പിടിക്കില്ല. കാരണം നിങ്ങളുടെ കണ്ണിൽ ഒരിക്കലും നിങ്ങൾ ഓർഫണേജിൽ അനാഥ കുട്ടികളെ കുറിച്ചോ ഈ നാട്ടിലെ ഭക്ഷണം കഴിക്കാത്ത പിള്ളേരെ കുറിച്ചോ ഒന്നും ആലോചിക്കാറില്ല. കാരണം 4 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നില്ല. ഇന്ന് ഈ അലീന, അതുപോലെ എത്ര ഓർഫണേജുകൾ, എത്ര അലീനമാരുണ്ടാകും. പപ്പ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യണതിൽ ഒരു താല്പര്യമില്ല. കാരണം ഫുഡ് കിട്ടാത്തവർക്ക് ഫുഡിന്റെ വില അറിയുള്ളൂ. നാളെ നമ്മുടെ തലമുറയും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഉപദേശിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലി ആ സമയത്ത് എല്ലാം ചെവിയിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ പിറ്റേ അടുത്ത സെക്കൻഡ് അതൊക്കെ മറന്നു പോവാണ്. പൗലോസിനോട് അടുക്കളയിൽ പോയിട്ട് സ്റ്റാൻലി പറയണ്ട്, അത് നാളത്തെ കാണിക്കാവുന്ന ഭാഗം കേട്ടോ. നോക്ക്, എന്റെ മകളാണ് അലീന. അവളോട് എന്നോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം എന്താണോ അതേ ബഹുമാനം അവൾക്ക് കൊടുത്തേ പറ്റൂ. എന്റെ മകൾ അനാഥാലയത്തിൽ വളർന്നു എന്ന രീതിയിലുള്ള വർത്താനവും സംസാരം ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനി വേണ്ട, മനസ്സിലായോ? എനിക്ക് കൊടുക്കുന്ന ബഹുമാനവും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അലീനക്ക് കിട്ടണം. കാരണം അവൾ എന്റെ മകളാണ്. മനസ്സിലായോടെ നിനക്ക്? പിന്നെ ഇവിടെ മാന്യമായിട്ട് ജോലി ചെയ്താൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് പോവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അടി കിട്ടിയ പോലെയായി നമ്മുടെ പൗലോസിന് കേട്ടോ. പിന്നീട് നമ്മുടെ അലീനയും സ്റ്റാൻലിയും മിണ്ടുന്നേ ഇല്ല. പിറ്റേ ദിവസം നമ്മുടെ ഔതുക്കുട്ടിക്കാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണം താനും. ഔതുക്കുട്ടി പറയുന്നുണ്ട്, അലീനെ ഞാൻ ഇന്ന് തിരിച്ചു പോവാട്ടോ. അയ്യോ, വല്യപ്പച്ചനും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും വല്യപ്പച്ച. വല്യപ്പച്ചനുള്ളത് കൊണ്ടാ ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണത്. വല്യപ്പച്ചൻ പോവല്ലേ, പ്ലീസ് പോവല്ലേ. മോളെ അലീനെ, എനിക്കറിയാം, പക്ഷെ പോവാതിരിക്കാൻ പറ്റാത്തോണ്ടാ മോളെ. ഇന്ന് പോയിട്ട് ഇന്ന് വരാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ഞാൻ വന്നാനേ. പക്ഷെ നാളെയോ മറ്റന്നാളോ ഞാൻ തീർച്ചയായിട്ടും വരാം. അവിടെ ഞാൻ പോയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാ. വല്യപ്പച്ച പോയാൽ ശരിയാവില്ല, പ്ലീസ് വല്യപ്പച്ച പോവല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മൗത്തുകുട്ടി ഒരു ദിവസം കൂടി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ ആ സമയത്തോ നമ്മുടെ പപ്പയും മോളും തമ്മിൽ ഭയങ്കര വഴക്ക്. മിണ്ടുന്നേ ഇല്ല അലീന കേട്ടോ. നമ്മുടെ സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അലീന മിണ്ടുന്നേ ഇല്ല. സ്റ്റാൻലിക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അലീന, നീ എന്താ ഒന്നും മിണ്ടാത്തത്? പപ്പയല്ലേ പറയണത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും മിണ്ടരുതെന്ന്. ഓ അങ്ങനെയാണോ? അല്ലാതെ എന്നോട് പിണക്കുണ്ടായിട്ടല്ല, ദേഷ്യം ഉണ്ടായിട്ടല്ല അല്ലേ? എനിക്കൊരു പിണക്കോ ഒരു ദേഷ്യമോ ഒന്നുമില്ല. ഞാൻ ഒന്നിനും ഇല്ല, ഒന്നിലും ഇടപെടുന്നുമില്ല. ഞാനൊരു റോബോട്ടിനെ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളാം. ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. മതിയില്ലേ എന്ന് പറഞ്ഞിട്ട് അലീന ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോവാട്ടോ. നമ്മുടെ വല്യപ്പച്ചൻ, ലാലിച്ച, എടാ നീ എന്തൊക്കെയാടി കാണിക്കുന്നത്? നോക്ക്, ഞാൻ നിന്നോട് പല വട്ടം കണ്ടിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറേണ്ട രീതിയുണ്ട്, ആ രീതിയിൽ വേണം പെരുമാറാൻ. എടാ നമ്മുടെ ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങള്. അവർക്ക് ചിലപ്പോ കുറച്ച് ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ കുറച്ച് കൂടുതൽ കാണും. അത് അവരങ്ങനെയാണ്, പ്രത്യേകിച്ച് അലീനയുടെ ഒരു ഏജിലുള്ള പെൺപിള്ളേർക്ക്. അപ്പൊ നീ ആ ഒരു രീതിയിൽ സംസാരിക്കണ, പെരുമാറ്. പിന്നെ നീ ജീവിച്ച പോലെ അല്ല അവള് ജീവിച്ചത്. രണ്ടും രണ്ട് ജീവിത ശൈലി ജീവിച്ചവരാ. അതൊക്കെ നീ ഒന്ന് ആലോചിക്കട ലാലിച്ച. നീ എന്താണ് ഇങ്ങനെ പോയത്? നീ എന്റെ മോൻ തന്നെയാണോടാ? ഞാൻ ചിന്തിക്കുന്ന പോലെ എന്താടാ നിനക്ക് ചിന്തിക്കാൻ പറ്റത്തത്? അലീനക്ക് വരെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ നിനക്ക് എന്താ ചിന്തിച്ചാൽ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഔതുക്കുട്ടിയും ലാലിച്ചനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ചെയ്തത്. തന്റെ മോള് തന്നോട് പിണങ്ങിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്തത്? അവിടെ ആണെങ്കിൽ ബാലചന്ദ്രനോട് അവൾ ഇതുവരെ വഴക്ക് പോലും ഇട്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എത്രാമത്തെ പ്രാവശ്യം തന്നോട് അവള് പിണങ്ങണത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് നല്ല വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ പിണങ്ങിയിരിക്കുന്ന അലീനയുടെ പിണക്കം മാറ്റാൻ വേണ്ടി തന്നെ സ്റ്റാൻലി തീരുമാനിക്കുകയാണ്. റൂമിലേക്ക് പോകുന്നുണ്ട്. മോളെ അലീനെ എന്ന് പറയുമ്പോഴേക്കും എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറയാണ്. നോക്ക്, ഞാൻ നിന്നെ വിഷമിപ്പിച്ചെങ്കിൽ സോറി, നീ എന്നോട് ക്ഷമിക്ക്. ദേ, നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാ, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അലീന കഴിച്ചിരുന്ന രീതിയിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാണ് ചെയ്യണത്. പിറ്റേന്ന് സ്റ്റാലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ തന്റെ മോള് തന്നോട് പിണങ്ങിയല്ലോ, ഇനി താൻ എന്തിനാ ഇങ്ങനെ ഇരിക്കണത്? ആകെ ഒരു വിഷമത്തിൽ നമ്മുടെ സ്റ്റാൻലി പിന്നീട് പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. സാധാരണ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സ്റ്റാൻലിയാണ്. രാവിലെ 7 മണിക്ക് രാവിലത്തെ ഫുഡ്, അതുപോലെ തന്നെ ഉച്ചക്ക് 12 മണിക്ക് ഉച്ചക്കത്തെ ഫുഡ്, 4 മണിക്ക് ചായ, 7 മണിക്ക് അത്താഴം അങ്ങനെ കഴിക്കുന്ന സ്റ്റാൻലി ആദ്യമായിട്ട് തന്റെ മോള് താൻ കാരണം വിഷമിച്ചല്ലോ എന്ന കാലത്തൊരു വിഷമത്തിൽ ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് ഇരിക്കാട്ടോ. അത് കാണുമ്പോൾ അലീനക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അലീന അങ്ങനെ സ്റ്റാൻലിയുടെ വിഷമം മാറ്റാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അലീന ആ സ്റ്റാൻലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതെ പപ്പ ഭക്ഷണം കഴിക്കേ, എന്നോടുള്ള ദേഷ്യത്തിന് ഇതിനെ ഭക്ഷണം കഴിക്കാതിരിക്കണത്? നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് വിശപ്പില്ല, അതെന്നെ കാര്യം. ഓ അങ്ങനെ, ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ, ഭക്ഷണമൊക്കെ കൃത്യ സമയത്ത് കഴിക്കുമെന്നാണല്ലോ. ഇതെന്തു പറ്റി? ദേ നോക്കിക്കേ, ഞാനല്ലേ ഭക്ഷണം തരുന്നത്, കഴിക്കേ പപ്പ എന്ന് പറഞ്ഞിട്ട് ദേ ഈ ചോറൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ എന്ത് രുചിയാണെന്ന് അറിയാവോ? ഈ ടീസ്പൂൺ വെച്ചൊക്കെ കഴിച്ചാലേ ഇതിന്റെ രുചി അങ്ങ് അറിയില്ല. ദേ ഞാൻ തരുമ്പോഴൊന്ന് കഴിച്ചു നോക്കിയേ, അപാര ടേസ്റ്റ് തന്നെയാണ്. കഴിക്കേ വേണ്ട, എനിക്ക് വേണ്ട. അത് കൊള്ളാം. ദേ ഞങ്ങളുടെ ഓർഫനേജില് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുട്ടിയല്ല കുറെ കുട്ടികളുണ്ട്. അതിലൊരു മിടുക്കി പെൺകുട്ടിയുണ്ട്, ചിന്നുമോള്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതും കുളിപ്പിക്കണതൊക്കെ രേവതി ആന്റി തന്നെ ഭക്ഷണം തരണം, രേവതി ആന്റി തന്നെ കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കും. രേവതി ഇല്ലാത്ത സമയത്തെ ഞാൻ ഒന്ന് കുളിപ്പിക്കാനോ ഭക്ഷണം കഴിക്കാനോ നോക്കുമ്പോൾ അവള് സമ്മതിക്കില്ല. അവളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ പെടുന്ന പാട്, അയ്യോ കഴിക്കുമോളെ പറഞ്ഞ കാല് പിടിക്കണം. അവസാനം 2 ഉരുള വായ കഴിച്ചാലായി. ദേ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ പപ്പനെ തീറ്റിക്കാനായിട്ട്. ഇത് കൊള്ളാം, ഒരു ചെറിയ കുട്ടി കഴിക്കണ അത്രയും പോലും പപ്പ കഴിക്കില്ലേ, മര്യാദക്ക് കഴിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ പിണക്കം മാറ്റാണ് നമ്മുടെ അലീന കേട്ടോ. അങ്ങനെ സ്റ്റാൻലിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, തന്റെ മകള് ഓരോരോ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് തന്റെ അടുത്ത് മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ താൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. അല്ലെങ്കിൽ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യാണ് താൻ ചെയ്യേണ്ടത്. പൗലോസ് ചെയ്യുന്ന കള്ളത്തരം അത് അലീന കുറെ പ്രാവശ്യം പറഞ്ഞതാണ്, അത് ശരിയാണെന്ന് തനിക്ക് തോന്നിയതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് താൻ അത് പ്രതികരിക്കാത്തത് എന്ന് സ്റ്റാൻലി പോലും വിചാരിക്കണം. പക്ഷെ പൗലോസിന് ഇപ്പോഴും ഒരു മാറ്റമൊന്നും ഇല്ല, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, ഇപ്പോഴും കള്ളത്തരം കാണിക്കുന്നുമുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പൗലോസിനോട് പറയണ്ടേ, പൗലോസിനെ ഇനി ഇവിടുന്ന് പോകാം, എന്റെ മോൾക്ക് പൗലോസിന്റെ രീതികളും പെരുമാറ്റവും ഒന്നും ഇഷ്ടമല്ല. അയ്യോ സാർ എന്നെ പറഞ്ഞു വിടില്ലേ സർ, താനല്ലേ പറഞ്ഞത് തനിക്ക് 100 കണക്കിന് ജോലി പുറത്ത് കിട്ടുമെന്ന്, പിന്നെ ഇതിനെ തന്നെ കാല് പിടിക്കണത്? പ്ലീസ് സർ, എന്റെ കുടുംബം കഴിഞ്ഞു പോണത് ഇങ്ങനെയൊക്കെയാണ് സർ, ഞാൻ ഇനി ഒരു കള്ളത്തരോ ഒരു മായവും കാണിക്കില്ല സർ, പ്ലീസ് സർ ഈ പ്രാവശ്യത്തേക്കോട് ക്ഷമിക്കണം. തന്നോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, എന്റെ മോളാണ്. എന്റെ മോളിനെ പോയി കാല് പിടിക്കുക, അവള് ക്ഷമിച്ചാൽ താൻ ഇവിടെ നിന്നു, അല്ലെങ്കിൽ നിൽക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ പൗലോസ് നമ്മുടെ അലീനയുടെ കാലൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.